there's nothing beneath it. Forgive me for staring, forgive me for breathing. We might not know why, we might not know how, but baby tonight we're beautiful now. We're beautiful now. We're beautiful now. We might not know why, we might not know. ഇന്ന് ഈ സായാഹ്നത്തിൽ രണ്ട് വലിയ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഒന്ന്, വളരെ മനോഹരമായി പണിതീർത്ത ഭവനത്തിൻ്റെ ബെഞ്ചിരിപ്പ് നടന്നു. രണ്ടാമത്, ഇവിടുത്തെ കൊച്ചുമോളുടെ ബിന്ദുവിൻ്റെ വിവാഹത്തിന് ഒരുക്കമായിട്ടുള്ള തലേദിവസം പ്രാർത്ഥനയിൽ ഈ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസം കൂടിയാണ്. നമുക്കെല്ലാവരും സന്തോഷമുള്ള ദിവസമാണ്. ഒരു വീടെന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന സമ്മാനമാണ്. പുരുഷായുസിൽ ഒരു പ്രാവശ്യം മാത്രം നടക്കുന്ന ഒരു സംഭവമാണ് വീടിൻ്റെ ഒരു ഭവനത്തിൻ്റെ പണികളെന്ന് പറയുന്നത്. അത്രമാത്രം അധ്വാനവും ദൈവാനുഗ്രഹവും കൃപകളും ലഭിച്ചാൽ മാത്രമേ വീടൊക്കെ പണിയാൻ സാധ്യമാകുള്ളൂ. നമുക്ക് നിസ്സാരത്തിൽ ഈ വീട് വെഞ്ചരിക്കുമ്പോൾ ദൈവം നന്ദി പറയാം. തമ്പുരാൻ പുതുവർഷത്തിന് നൽകിയ ഒരു സമ്മാനമായിട്ട് നമുക്ക് ഈ ഭവനത്തെ കാണുകയും ചെയ്യും. അപ്പം തന്നെ നമ്മുടെ കൊച്ചുമോളെ വീണ്ടും ഇന്ന് വിവാഹ വാഗ്ദാനത്തിന് വരുന്ന തലേ ദിവസം ഇന്ന് ആ കുഞ്ഞിനോട് പ്രാർത്ഥിക്കുവാനും ആശംസകൾ നേരുവാനും എത്തിയിരിക്കുക. നമുക്ക് ഇവരുടെ വിവാഹ ജീവിതവും മറ്റു കർമ്മങ്ങളുമെല്ലാം ഏറ്റവും സുന്ദരമായിട്ട് നടക്കുവാനും ദൈവാനുഭവങ്ങളുടെ ഇവരുടെ ജീവിതത്തിൻ്റെ വഴിക്കാരിൽ എപ്പോഴും ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുക. ദൈവമാരുടെ സ്നാനത്തിലെല്ലാം നേതൃത്വം കൊടുക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗ്രഹിക്കുന്നവർ ഒരിക്കലും നരകത്തിൽ നടക്കുകയില്ല. എന്നാൽ മിശിക ഈ ഭവനത്തിന്റെ പ്രകാശവും ഈ കുടുംബാംഗങ്ങൾക്ക് മാർഗദീപവുമായിരിക്കട്ടെ. ആമേൻ. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പർദീസാവിന് വാസസ്ഥലമായി നൽകുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ ഭവനത്തെയും ഇതിലെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സങ്കീർത്തനത്തിന്റെ എല്ലാവരും ചെല്ലുക. കർത്താവ് എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചവിരിച്ച പൃഥ്വിയിൽ അവിടുന്ന് നയിക്കും. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് നയിക്കും. അവിടുന്ന് കൂടെ ഉള്ളതിനാൽ മരണത്തിന് താഴ്വര നടക്കുവാനും ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല. അവിടുത്തെ നന്മയും കരുണയും എന്നെ പിന്തുടരും. എന്റെ ആയുഷ്കാലം മുഴുവനും കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ വസിക്കും. പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ഭവനത്തെ അങ്ങയുടെ വാസസ്ഥാനമായി സ്വീകരിക്കണമേ. അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. അങ്ങ് കൂടെയുള്ളപ്പോൾ ഒന്നിനും കുറവുണ്ടാകുകയില്ലെന്ന ബോധ്യം ജീവിതക്ലേശങ്ങളിൽ ഇവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിങ്ങളെ സഹായിക്കണമേ. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാന്ത പോലെ ധാരാളം ഫലം പുറപ്പെടുവിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ ഭാരതത്തിലെ ഈശോയുടെ സാന്നിധ്യമാണ് വിശുദ്ധ ഗ്രന്ഥം. ഇപ്പോൾ ബൈബിൾ പ്രതിഷ്ഠയുടെ ഗാനമാണ്. ഈ ഗാനം ആരംഭിക്കുമ്പോൾ ഈ കുടുംബത്തിൽ താമസിക്കുന്നത് മാത്രം ബൈബിളിലെ സ്നേഹത്തോടെ ചുംബിച്ചുകൊണ്ട് ബൈബിളിനെ സ്വീകരിക്കുകയാണ്. സുവിശേഷ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിയിട. കർത്താവേ, ധരണിയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ സുവിശേഷം പൂർണ്ണം ചൊരിയട്ടെ. ഞങ്ങളിൽ സുവിശേഷം പൂർണ്ണം ചൊരിയട്ടെ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6:25 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെ കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠരാകണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിനാ ആഗ്രഹരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആഗ്രഹരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി സ്നേഹപിതാവായ ദൈവമേ, ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതകർത്തവ്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ച് അങ്ങയുടെ സ്നേഹത്തിന് അർഹരാകുവാൻ അധ്വാനവും പ്രാർത്ഥനയും വഴി യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് നിരന്തരം അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ കാരുണ്യവും ദയാവിനെയും ക്ഷമാകുടനെ സുഹൃത്തുക്കൾ അഭ്യസിച്ച് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ദരിദ്രരെ സഹായിക്കുവാനും അയൽക്കാരുടെ സ്നേഹപൂർവ്വം പെരുമാറുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ജീവിത ക്ലേശങ്ങളും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ തിരുക്കുടുംബത്തെ അനുകരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാൻ ഭാഗ്യമുള്ള മരണം വഴി അവസാനം അങ്ങയെ പ്രാപിക്കുവാൻ പിതാവായ ദൈവമേ, ഈ ഭവനത്തെ ആശീർവദിക്കണമേ, വിശദീകരിക്കണമേ. ഇതിൽ വസിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകം കുടുംബമാകിയാൽ അങ്ങയുടെ പൈതൃകമായ പരിപാലനയിൽ ഇവരെ സംരക്ഷിക്കണമേ. അങ്ങേ കുടുംബാംഗങ്ങളുടെ മധ്യേ എന്നും വസിച്ചുകൊണ്ട്
ഇതിനെ പ്രാർത്ഥനയുടെയും സമാധാനത്തിന്റെയും ഭവനമാക്കണമേ. ജീവിതത്തിലെ എല്ലാ നിമിഷവും അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാൻ ഇവരെ സഹായിക്കണമേ. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളരുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രിതമായിരിക്കുന്ന ഈ ഭവനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാവിധ പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് ഈ ഭവനവും ഇതിൽ വസിക്കുന്നവരും വിമോചിതരും സുരക്ഷിതരുമായിരിക്കട്ടെ. ആമേൻ. മഹത്വപ്പെടുത്തുകയും രക്ഷയുടെയും അടയാളമായി ഉയർത്തിയ മിശിഹായെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ പീഡാനുഭവത്തെയും മരണത്തെയും അനുസ്മരിക്കുന്ന ഈ കുരിശിനെ ദയാപൂർവം ആശീർവദിക്കണമേ. ഇത് ഉപയോഗിക്കുന്ന വ്യക്തികളിലും സ്ഥാപിക്കപ്പെടുന്ന സ്ഥലങ്ങളിലും അങ്ങ് അർപ്പിച്ച കുരിശിലെ ബലിയുടെ രക്ഷാകരങ്ങൾ ഉണ്ടാകുമാറാകട്ടെ. സ്വയം പരിത്യജിച്ചും അനുദിന ക്ലേശങ്ങളാകുന്ന കുരിശ് വഹിച്ചും അങ്ങേ പിന്തുടരുവാൻ ഈ കുരിശ് ഞങ്ങൾക്ക് ശക്തി നൽകുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങേ രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നടന്നിരിക്കുന്നവരെയും സമർത്ഥമായി ഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങേ കണ്ടാനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിലെത്തുന്നവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന് ഹൃദയവും മാറിയേശു പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങൾ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ച് വധുവരന്മാരെയും കുടുംബാംഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച ഈശോനാഥ, നാളത്തെ മനസ്സമാധാനത്തിനായി ഒരുങ്ങിയിരിക്കുന്ന ബിനുവിനെ അനുഗ്രഹിക്കണമേ. കുടുംബത്തിന്റെ തലവനായ മാറിയേശുവേ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമ്മേ, സകല വിശുദ്ധരെ ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമായി തീരുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും അയൽക്കാരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഒപ്പം ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കുക. രക്ഷകനാം മിശിഹായേ,
അനുഗ്രഹമേ ഗണമേ ദൈവകുമാരനുമാരാവേ രക്ഷകനൂടി അംബികയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി നിതരാം നിർമ്മല മാതാവേ കരയില്ലാത്തൊരു കന്യകയെ നേർവഴി മാറ്റും ദീവസികെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി നിത്യമഹോന്നത കന്യകയെ വിവേകമതിയാം കന്യകയെ വിശ്രുതയാം സുര കന്യകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി വിശ്വാസത്തിൻ നിറകുടമേ കാരുണ്യത്തിൻ നിലയനമേ നീതി വിളങ്ങും ദർപ്പണമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി വിജ്ഞാനത്തിൻ വേദികയെ മാനവോത്സവദായികയെ ദൈവികമാം പരിനിസുമമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി വെഞ്ചരിച്ച് വാസ്യോഗ്യമാക്കിയിരിക്കുകയാണല്ലോ കുടുംബാംഗങ്ങളെ എന്ന് പറയുന്നു അഭ്യർത്ഥിക്കുന്നു. ഇവിടെ വീണ്ടും വിവാഹത്തിൻ്റെ ക്രമങ്ങളും അവരുടെ വിവാഹത്തിലല്ല എൻ്റെ മുഖ്യമാകുന്നത് പരിശുദ്ധ മാതാവിൻ്റെ സഹായം തേടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ സമാഹാരത്തിൽ നമ്മുടെ കർത്താവിശ്വയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ കുടുംബത്തോടും അതെല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കണ്ണോരത്ത് കൈദൂരത്ത് നീ എന്നോടെന്നും ചേർന്നിരുന്നു ചാരത്ത്. കണ്ണോരത്ത് കൈദൂരത്ത് നീ സ്വപ്നം പോലെന്നുള്ളിൽ പെയ്യും നേരത്ത്. കോർക്കാമിരു കൈകൾ ഇനി പോകാം കാലങ്ങൾ നാം ഓരോ ജന്മങ്ങൾ തേടുന്നു വർണ്ണങ്ങൾ. കേൾക്കാം മഴ തോരുമ്പോൾ മൗനം മൂടിയ മോഹങ്ങൾ നീ മായാജാലങ്ങൾ ഓരെന്നും മുന്നിൽ മിന്നുന്നു. ഇത്രയും നല്ലൊരു വീടിനും ഇന്നൊരു ബ്രൈറ്റ് ടു ബി ആയിട്ട് ഇവിടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതിലും കൺഗ്രാറ്റ്സ് അല്ലേ? പിന്നെ നല്ല സുന്ദരിയായിട്ടല്ലേ ഇരിക്കുന്നേ അല്ലേ? എന്താ ഒരു ഉഷാറില്ലാതെ? എനിക്ക് നല്ലൊരു ഗൈഡ് കൊടുത്തേ. യെസ്, ഈ ഒരു മൂമെന്റിൽ ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ് സ്റ്റാറ്റസിൽ നിന്ന് മിസ്സസ് സ്റ്റാറ്റസിലോട്ട് മാറാൻ പോവാണല്ലേ? ഈ ഒരു മൂമെന്റിൽ എന്നാ തോന്നുന്നേ? ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടെ കൂടിച്ചേർന്ന എല്ലാവർക്കും നന്ദി. എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം.
ഏറെ സ്നേഹത്തോടെ മിന്നുവിൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും, മിന്നുവിൻ്റെ പപ്പയെയും അമ്മയെയും കുഞ്ഞനിയനെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് അവരെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഈ ഒരു മൂമെൻറ്റിൻ്റെ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവരുടെ പാരൻസിനോട് തന്നെ ചോദിക്കാം. ആൻറ്റി, ഈ ഒരു ദിവസം എന്താണ് തോന്നുന്നത്? പുതിയൊരു ഭവനം, നിങ്ങൾ ഓമനിച്ച് വളർത്തിയ മകളുടെ മധുരം വെപ്പാണ് ഇന്ന്. ഈ ഒരു സന്ധ്യാവേളയിൽ എന്താ തോന്നുന്നത്? വളരെയധികം സന്തോഷമുണ്ട്. ഏതൊരു മാതാപിതാക്കളുടെയും വലിയ ആഗ്രഹമാണല്ലോ മകളുടെ ഒരു കല്യാണം. അതാണെന്നതിൽ വളരെയധികം സന്തോഷം. ഈ സന്തോഷം ഈ ദിവസങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കാൻ പോവുകയാണ്. ഒരു വലിയൊരു ആഘോഷത്തിൻ്റെ ദിവസങ്ങൾ തന്നെയാണ് ഇനി അങ്ങോട്ടേക്കുള്ളത്. ആൻഡ് ഈ ഒരു ഫാമിലി എല്ലാവരും റെഡി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. ആൻഡ് നമുക്കറിയാം മധുരവെപ്പിന് ചെറിയൊരു ഡിലേ ഉണ്ട്, ഉടനെ തന്നെ അത് തുടങ്ങുന്നതായിരിക്കും. എന്നിരുന്നാലും നമുക്ക് ഇവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, വേണ്ടാതാണ് ഇവിടെ ആൻറ്റി പറയുന്നത്. എന്നാലും നമുക്ക് നമ്മുടെ കുഞ്ഞനിയൻ അജിൻ്റെ എക്സൈറ്റ്മെന്റ് എത്രത്തോളം ആണെന്ന് അറിയണമല്ലോ, അല്ലേ? അറിയണ്ടേ? അറിയണമെന്നാണ് ഇവിടെയുള്ള എല്ലാവരും പറയുന്നത്. സോ ഞാൻ മൈക്ക് അജിന് വേണ്ടിയിട്ട് കൈമാറുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വളരെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ഭവനം. അത് ഇന്ന് സാധ്യമായി. അന്നേ ദിവസം തന്നെ എന്താ പറയുക, എൻ്റെ പെങ്ങളുടെ മധുരം വെപ്പ് ചടങ്ങും അതിനോടനുബന്ധിച്ച് തന്നെ അടുത്ത ദിവസം അവളുടെ മനസ്സമ്മതവും അത് കഴിഞ്ഞ് വിവാഹവും കാര്യങ്ങളെല്ലാം നടക്കാൻ പോവുകയാണ്. അതിൻ്റെ എല്ലാമായ സന്തോഷങ്ങൾ ഞങ്ങൾക്ക് കുടുംബക്കാർക്ക് മൊത്തമായിട്ടുമുണ്ട്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ആ മൂമെന്റ്, ഇന്നത്തെ മധുരകരമായ നിമിഷം, ദ സ്വീറ്റസ്റ്റ് മൂമെന്റ് ഓഫ് ദി ഡേ ഹാവ് അറൈവ്ഡ്. ആൻഡ് മധുരം വെപ്പൽ ചടങ്ങ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അതിന് നമ്മുടെ ഈ കുടുംബത്തിനോട് ഏറ്റവും ചേർന്ന് നിന്ന് ഇവരുടെ എല്ലാ സന്തോഷങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഭാഗമായി എന്നും ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വാവച്ചേട്ടൻ ആൻഡ് ഉണ്ണിച്ചേച്ചി, ജോസഫ് ചേട്ടനെയും ടിനു ചേച്ചിയെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. മിന്നുവിന് മധുരം വെക്കട്ടെ, മിന്നുവിന് മധുരം വെക്കട്ടെ, മിന്നുവിന് മധുരം വെക്കട്ടെ. ശലഭക്കണ്ണുകളെ, പിന്നെ പിന്നെ പറഞ്ഞു മിണ്ടിയ പവിഴ ചുണ്ടുകളെ, താളം തെറ്റി പതിയെ നെഞ്ചിലേക്ക് കടക്കുന്ന മിന്നുവിന് എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി മാരീഡ് ലൈഫ് ഇൻ അഡ്വാൻസ്. ഇതോ ഒരാൾ കടം തരും സ്വകാര്യ നൊമ്പരം. മൃദുവരി പാടുന്നു, ഇതോ കിനാവു കണ്ടിടും ഒരാത്മസംഗമം. വിചാരമാകെയാരോ വിരുന്നു വന്നതാണോ, വിടാതെയുള്ളു മൂടിയോ വിമോഹമോഹമേകിയോ. ഒരായിരം പൂ വിരിഞ്ഞ പോലെ, കിടാനിറങ്ങൾ പൊതിഞ്ഞ പോലെ, മെല്ലിക്കൊല്ലും പ്രണയകാലം മുന്നിലോ. മൃദുവരി പാടുന്നു, ഇതോ കിനാവു കണ്ടിടും ഒരാത്മസംഗമം.
മല്ലികപ്പൂ പൊട്ടുതൊട്ട് മുട്ട്, തോള്, വയർ, 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 മുട്ട്, തോള്, മുട്ട്, തല, തോള്, വയറ്, മുട്ട്, മുട്ട്, ക്യാച്ച്. വയറ്, തോൾ, തല, തല, വയറ്, മുട്ട്, മുട്ട്, വയറ്, തോൾ, തല, തല, തോൾ, വയറ്, മുട്ട്, മുട്ട്, വയറ്, വയറ്, തോൾ, തല, ക്യാച്ച്. വീണ്ടും വീണ്ടും നമ്മൾ ജയിച്ചിരിക്കുകയാണ്. തോൾ, മുട്ട്, വയറ്, തോൾ, തല, തല, മുട്ട്, വയറ്, ക്യാച്ച്. സത്യകൊണ്ട് വിചാരിച്ചു നല്ലൊരു കൈയടി. 2020-യുടെ തുളസീദളമാണു ഞാൻ, കൃഷ്ണ തുളസീദളമാണു ഞാൻ, സ്വരരാഗഗംഗാ പ്രവാഹമേ. Standing in a nice dress, staring at the sunset, babe. Red lips and rosy cheeks. Say you'll see me again, even if it's just in your wildest dreams. Wildest dreams. മിന്നുവിൻ്റെ സമ്മതത്തിന് പള്ളിയിലേക്ക് നമ്മളെല്ലാവരും പോകാൻ ഒരുങ്ങുകയാണ്. അതിനു മുമ്പായിട്ട് നമ്മളെല്ലാവരും മിന്നുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അവസരമാണിത്. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും മിന്നുവിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് പോലെ ഞങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ രക്ഷിക്കണമേ. ഇതുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. അങ്ങയുടെ പുരോഹിത ജനമെന്ന നിലയിൽ അങ്ങേക്ക് ആരാധന സ്തുതികൾ അർപ്പിക്കുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, ഈശോനാഥവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമാം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ ദൈവമേ,
അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യവംശത്തിനു വേണ്ടി പ്രപഞ്ചത്തെ അത്ഭുതകരം വിധം ക്രമപ്പെടുത്തി അങ്ങയുടെ പരിപാലനയുടെ കരങ്ങൾ ഓരോ പ്രഭാതത്തിലും ഞങ്ങളെ വിളിച്ചു നിർത്തുന്നു. ഓരോ ദിവസവും അങ്ങയുടെ സ്തുതികീർത്തനങ്ങൾ ആരംഭിച്ച് നന്ദിയുടെ കീർത്തനങ്ങളിൽ അവസാനിപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ഭഗവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. സർവശക്തനായ ദൈവമേ, മനുഷ്യനെ സകല ജീവജാലങ്ങൾക്കും ഉപരിയായി അങ്ങ് സൃഷ്ടിച്ചുവല്ലോ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന് ഇനിയെ ഞാൻ നൽകുമെന്ന് അരുളി ചെയ്ത് ജീവിതസഖിയെ നൽകി അങ്ങ് ആദ്യം അവരെ ആശീർവദിക്കുകയും ചെയ്തു. ഇന്ന് ഞങ്ങളുടെ മകൾ വിവാഹ മനസ്സമ്മതത്തിന് പ്രവേശിക്കുവാൻ ദേവാലയത്തിലേക്ക് പോവുകയാണ്. വളരെയേറെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും തിരഞ്ഞെടുത്ത ഈ ദൈവവിളിയിൽ ജീവിതാന്ത്യം വരെ തുടരുവാൻ കർത്താവെ ഈ മകളെ സഹായിക്കണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും വായന. ദൈവമായി കർത്താവ് ചെയ്തു, മനുഷ്യനെ എങ്ങനെയായിരിക്കുന്നല്ല, അവന് ചേർന്ന ഇണയും ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി അവയ്ക്ക് മനുഷ്യൻ എന്ന് പേരിടുമെന്ന് അറിയുവാൻ അവിടുന്ന് അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണിയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഠനിദ്രയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയല്ലുകളിൽ ഒന്നെടുത്തതിനു ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയല്ലു കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവന് മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇത് എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. വിവാഹത്തിയോട് ചേർന്ന് കർത്താവെ ഈ മകളെ അനുഗ്രഹിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കാം. ക്രൈസ്തവ കുടുംബത്തിൽ ജനിക്കുവാനും ക്രൈസ്തവ അന്തരീക്ഷത്തിൽ വളരാനും എന്നെ അനുവദിച്ച ദൈവം, കുടുംബത്തിൽ നിന്നും ലഭിച്ച ക്രൈസ്തവ വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. എന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെയും ഒരുമിച്ച് കളിച്ചു വളർന്ന സഹോദരങ്ങളെയും അനുഗ്രഹിക്കണമെന്നും അവരോടുള്ള സ്നേഹാദരവുകൾ എന്നിൽ നിലനിർത്തണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹം എന്ന കുദാശയിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അലനിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും നന്മയും നിറയുവാനും അനുഗ്രഹിക്കണമേ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യാഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയും. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോണിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനം ഉണ്ടാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിവാഹം എന്ന കൂദാശി ഭവനത്തിൽ നിന്ന് പുറപ്പെടുന്ന മിന്നുവിനെ ആശീർവദിക്കണമേ. വിശുദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ഇവരുടെ കുടുംബജീവിതം പൂർത്തീകരിക്കുവാൻ ഇടയാക്കണമേ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സഭ ക്രിസ്തുവിനെ കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം വിശ്വസത പുലർത്തുന്ന, താങ്ങും തണലുമേകുന്ന പങ്കാളികളായി കുടുംബജീവിതം നയിക്കുവാൻ ഇവരെ സഹായിക്കണമേ.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. I'll be forever by your side. I'll be the safest place for you to hide. Your love makes me feel alive. I'll be forever by your side. I'd swim across the ocean wide. I'd climb the tallest mountain high. I'd wait for years to pass me by. Do anything to be by your side. വിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഏറെ പ്രിയപ്പെട്ട മിന്നുവും അലനും ഇന്ന് കർത്താവിൻ്റെ മുൻപിൽ വിവാഹ വാഗ്ദാനം നടത്തി അവരുടെ കുടുംബജീവിതത്തിനുള്ള സമ്മതവും അവരുടെ താല്പര്യവുമെല്ലാം സഭയുടെ മുന്നിൽ ഔദ്യോഗികമായിട്ട് അറിയിക്കുന്ന വളരെ സന്തോഷകരമായ നിമിഷത്തിലേക്കും കടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സന്തോഷ നിമിഷത്തിലേക്ക് പ്രിയ ബഹുമാനപ്പെട്ട എല്ലാ അച്ഛന്മാരെയും, മിന്നുവിൻ്റെ ബന്ധുക്കളായിട്ടുള്ള അച്ഛന്മാരുണ്ട്, അതോടൊപ്പം തന്നെ അലൻ്റെ ബന്ധുക്കളുണ്ട്, എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും ഏറെ സ്നേഹത്തോടുകൂടി ചെമ്പേരി ബസലിക്ക ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അലൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാം ഏറെ ദൂരം യാത്ര ചെയ്ത് ഇന്നലെ തന്നെ ഇവിടെ എത്തി നിങ്ങൾ ഈ ചെമ്പേരി ബസലിക്കയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടു കൂടി ചെമ്പേരി ബസലിക്ക ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മിന്നുവിൻ്റെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും എല്ലാം ഏറെ സ്നേഹത്തോടു കൂടി ബസലിക്ക ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, ബന്ധുമിത്രാദികളെ, അലൻ്റെയും മിന്നുവിൻ്റെയും മനസ്സമ്മതത്തിന് നാം എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്ന അവസരമാണ്. ഈ അവസരത്തിൽ അച്ഛൻ നമ്മളെല്ലാം വെൽക്കം ചെയ്തു കഴിഞ്ഞു. എങ്കിലും മറ്റത്തനാനിക്കൽ കുടുംബത്തിൻ്റെ പേരിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അലനെയും മിന്നുവിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിയിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മൗത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ ലോകത്തിൽ വീഴാടിയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹകൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനും അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്താങ്ങിയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവൻ്റെ ജീവിത പങ്കാളിയാകുവാൻ തിരഞ്ഞെടുത്ത റബാഖയെയും അനുഗ്രഹിച്ച കർത്താവെ, വിവാഹവാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അലനെയും മിന്നുവിനെയും സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുവൻ. ഇസഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവെ, വിവാഹ വാഗ്ദാനത്തിന് അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ഭർത്താവ് ഭാര്യമാരുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കരയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണിയായ തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യമാരെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. ഏറ്റമനുഗ്രഹപൂരിതനാം കവിതൻ തൂലിക പോലെന്നാവിപ്പോൾ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 15:9 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാകുന്നു എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇന്ന് നവാരുടെ നാമത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു അലൻ, മിന്നു, അതുപോലെ തന്നെ 2 കുടുംബത്തിൻ്റെയും ബന്ധുമിത്രാദികളായി കടന്നു വന്നിരിക്കുന്നവരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിശുദ്ധമായ ബസിലിക്ക ദേവാലയത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുക. അലൻ്റെയും മിന്നുവിൻ്റെയും വിവാഹ വാഗ്ദാനത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി
പ്രത്യേകമായും സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, യേശു കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ശരിക്കും പറഞ്ഞാൽ വിവാഹം എന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന ഒരു കൂദാശയാണ്. അവസാനമായി പറയുന്നു, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹത്തിലേക്കുള്ള വിളിയാണ് കുടുംബജീവിതം, വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ മധ്യസ്ഥനാക്കി, ക്രിസ്തുവിനെ കേന്ദ്രീകൃതമാക്കി രണ്ടുപേരും കൂടിയുള്ളതായ ഒരു ജീവിതം. ഇവിടെ ദൈവം സ്നേഹമാകുന്നു എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുക. ദൈവം സ്നേഹമാകുന്നു ഉള്ളതായ ബന്ധത്തിൽ ബന്ധമുണ്ടെന്നേ ഉള്ളൂ, സ്നേഹമില്ല. അപ്പോൾ സ്നേഹത്തിലേക്കുള്ള വിളിയാണ് ഈ കുടുംബജീവിതം. അല്പസമയം കൂടി കഴിയുമ്പോൾ പുരോഹിതൻ ഇവരോട് വിവാഹത്തിൻ്റെ മനസ്സമ്മതം ചോദിക്കും. പരസ്പരം കല്യാണം കഴിക്കുവാൻ സമ്മതമാണോ എന്നുള്ളതല്ലല്ലോ ആ ചോദ്യത്തിൻ്റെ അർത്ഥം. മരണം വരെ സുഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും ഉണ്ടാകാവുന്നതായ ബുദ്ധിമുട്ടുകളിലൂടെയും നന്മ നിറഞ്ഞ ജീവിതത്തിലൂടെയും ഒക്കെ മരണം വരെ ഈ ജീവിതം കൊണ്ടുചെന്ന് എത്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ അല്ലയോ? ഇതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. എന്നും ഈ ജീവിതം ഒരേപോലെ പോകില്ല. ഇപ്പോൾ ഉള്ളതായ സന്തോഷം പോലെ ഒരിക്കലും ഈ ജീവിതം, നമ്മളിവിടെ ഇരിക്കുന്ന കല്യാണം കഴിഞ്ഞ എല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ്, ഒരിക്കലും തുടങ്ങുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. എന്നെ മാറ്റി നിർത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്നേഹബന്ധമില്ല. അപ്പോൾ അത് ഓർമ്മപ്പെടുത്തുകയാണ് ഈ സുവിശേഷം. പ്രത്യേകമായിട്ടും പ്രിയ അലനും മിന്നുവിനും ഈ വിവാഹ ജീവിതം, ഇവരുടെ വിവാഹം 25-ാം തീയതിയാണ്. അതുവരെയുള്ളതായ സമയം നമുക്കറിയാം. വിവാഹ വാഗ്ദാനത്തിന് ശേഷം സഭ കുറച്ച് സമയം നിഷ്കർഷിച്ച് നൽകിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നതിന് വേണ്ടിയാണ്. ഏറ്റെടുക്കാൻ പോകുന്ന ഈ കുടുംബജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളെയും ഓർത്ത് ഒരുങ്ങാനുള്ളതായ സമയമാണ് തുടർന്നുള്ളതായ സമയം. പ്രത്യേകമായിട്ടും ആ ഒരുക്കം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം ഈ കുടുംബജീവിതത്തിൽ കൂടുതലായി ഉണ്ടാകുവാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ടും ആശംസിക്കുന്നു. പരസ്പരം സ്നേഹിച്ചുള്ളതായ ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരുടെയും ഈ വിശ്വാസി ഗണത്തിൻ്റെയും എല്ലാവരുടെയും പേരിലുള്ളതായ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് നേരുന്നു. ദൈവം സമൃദ്ധമായി വാഗ്ദാനമനുസരിച്ച് വിവാഹിതരാകുവാനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ക്രൈസ്തവ വിശ്വാസത്തിലും ഹൃദയവിശുദ്ധിയിലും അധിഷ്ഠിതമായി വിവാഹ ജീവിതം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായ തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസന്റെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്ത് സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. തോമസ്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ മരിയയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? മരിയ, മിശിഹായുടെ നിയമവും
തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ തോമസിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ തോമസിനെയും മരിയെയും മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ദരിദ്രർ ഭക്ഷിച്ചു തൃപ്തരാകും മിശിഹ കർത്താവിൻ തിരുമേ നിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം. സ്ത്രീയന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാശ്ലീഹയുടെ ഓർമ്മയോടുകൂടി വിജയം മരിച്ച നീതിമാരുടെയും രക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. വാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോരും ധന്യൻ ഉന്നത വീതിയിലോശാന. നാഥനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്കും മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കൃപാന സ്വീകരിക്കണമേ. കൃപാന സ്വീകരിക്കണമേ. അനുതാപത്തിൽ നിന്നുള്ള അനുസരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം.
ദിവ്യകാരുണ്യമായെൻ്റെ ഉള്ളിൽ ഈശോ ഇന്നു വാഴാനെത്തും നേരം മനസ്സൊരു മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി മനസ്സൊരു മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ സ്നേഹമേ മോക്ഷമേ. അബ്രാഹത്തെയും സാറയെയും ഇസ്ഹാക്കിനെയും റബാക്കിനെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിനും സത്യത്തിനും സ്നേഹത്തിനും മനസ്സിന്റെ ഐക്യത്തിനും ഉത്തരതരമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കൂതാശയിലേക്ക് അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളുടെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Thought I'd seen it all till I saw you. London in the fall in Paris too. And I've climbed hills to castles in the snow. But you I can't let go. Thought I'd found everything till I found you. സിനിമാറ്റിക് എൻട്രിക്ക് വേണ്ടിയിട്ടാണ്. സോ ഒട്ടും സമയം കളയാതെ എല്ലാവരുടെയും അനുമതിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, the much awaited moment of the day have finally arrived. Here we have our gorgeous couple looking absolutely beautiful together. So നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് ഇവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. I invite Alan and Minu onto these grand dais.
ഗ്രാൻഡ് സെലിബ്രിറ്റീസ് അലവിൽ വിട്ടു UK വെച്ച് ക്ലോസ് ഫ്രണ്ട്സ് വഴി പരസ്പരം ദൈവം എഴുതിയ കഥയിലെ നായകനും നായികയുമായി പരസ്പരം മനസ്സിലാക്കിയും കുറവുകളെല്ലാം നിറവുകളാക്കിയും 1 വർഷം നീണ്ടു നിന്ന ഒരു യാത്രയ്ക്കുള്ളിൽ 2024 ജനുവരി മാസം ഇവരുടെ രണ്ടുപേരുടെയും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഇവരുടെ വിവാഹം ഉറപ്പിച്ച് ഇതേ വേദിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു നോർമൽ ഫ്രണ്ട്സ് എന്ന സ്റ്റാറ്റസിൽ നിന്ന് ഇതിന് ഒരു ഫോർമൽ കപ്പിൾസായി മാറിയിരിക്കുകയാണ്. ആൻഡ് ഒത്തിരി പ്രാർത്ഥനകളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി ഇവരെ ലൈഫിന്റെ പുതിയൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യാണ് ഒരുമിച്ച്. ആൻഡ് നിങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ച് അതൊരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ ലൈഫിലോ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ആരുടെ കൂടെയാണ് നിങ്ങൾ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മൂവ്മെന്റില് രണ്ടുപേർക്ക് എന്നാ തോന്നുന്നത്? സന്തോഷമുണ്ട്. ഒത്തിരി യാത്ര ചെയ്യാനുള്ളത് ഒത്തിരി സന്തോഷമുണ്ട്. കുറെ കാലം കാത്തിരുന്നിട്ട് എല്ലാവരും എഴുതിച്ച് കണ്ടതിൽ സന്തോഷം. ഹാപ്പിനെസ്സും എക്സൈറ്റ്മെന്റും ലൈഫിലും ഉണ്ടാവട്ടെ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ക്യൂരിയസ് ആയിട്ടുള്ളത് മനസ്സിൽ ഉറപ്പിച്ചത് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ വേറെ വീട്ടുകാരും ഇതൊരു അറിയിച്ചത് ഞാൻ പറയുന്നു. കാരണം 2 വർഷം ഞാൻ വഴികൂടെ കഴിയൊക്കെ കാണിക്കും. പിന്നെ ജീവിതത്തിന്റെ പദ്ധതി അതായത് നടന്നു. ആ ചോദ്യത്തിന് ഉത്തരം പറയുമോ? ചെറിയൊരു ഉത്തരം മതി അല്ലേ? ബാക്കിയുള്ള ക്വാളിറ്റീസ് ഒക്കെ വീട്ടിൽ ഇരുന്നിട്ട് തന്നെ എന്ന് പറയുന്നത് അല്ലേ? നമുക്കൊരു ഒറ്റ ക്വാളിറ്റി മാത്രം അറിഞ്ഞാൽ മതി. അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഞങ്ങൾ കുറച്ചു കാലമായിട്ട് അറിയായിരുന്നു. ഞങ്ങളൊന്നും സംസാരിക്കാതെ പോലും ഇല്ലായിരുന്നു. പിന്നെ കൂട്ടുകാരി വഴിയാണ് ഇങ്ങനെ പ്രൊപ്പോസൽ വന്നതും ഒത്തിരി എക്സ്ട്രോവേർട്ടും എനർജറ്റിക്കും ടോക്കറ്റീവുമായ നമ്മുടെ ഗ്രൂപ്പ് അലൻ ജോസഫ്, വലിയ പറമ്പിൽ തുണ്ടേരി കുടുംബാംഗം ജോസഫ് ദേവസിയുടെയും ത്രേസ്യാമ്മ ജോസഫിന്റെയും മകനാണ്. അലനിയുടെ ഗോർജിയസ് ബ്രൈഡ് മിന്നു വലിയ അലക്സ്, മറ്റത്തനാനിക്കൽ കുടുംബാംഗം അലക്സ് മാത്യുവിന്റെയും മേഴ്സി അലക്സിന്റെയും ഏക മകളാണ്. മിന്നു BSc നഴ്സിംഗ് കഴിഞ്ഞ് ഇപ്പോൾ UK വർക്ക് ചെയ്യുന്നു. പാരന്റ്സ് ജോസഫ് അപ്പനെയും ത്രേസ്യാമ്മയെയും വീട്ടിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സെബാസ്റ്റ്യൻ is an assistant bank manager. അതുപോലെ തന്നെ മിന്നുവിന്റെ ഹാൻഡ്സം ബ്രദർ അജിനെയും കുറിച്ച് പറയുവാണെങ്കിൽ ഈസ് മൈ ക്ലാസ്മേറ്റ്. എൻ്റെ കൂടെ 10th വരെ ഉണ്ടായിരുന്നതാണ്. മിന്നുവിനെ പോലെ തന്നെ ഭയങ്കര സ്വീറ്റ് ആൻഡ് കാം ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നമ്മുടെ അജിനെ വേറെ സ്നേഹത്തോടെ നമുക്ക് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. He is working in Qatar at oil and gas sector. അതുപോലെ തന്നെ ഇനിയുള്ള ഇവരുടെ ജീവിതത്തിൽ ഈ പ്രകാശം അണിയാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈ കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ അതിന്റെ പാരന്റ്സ് തിരിതെളിയിക്കുന്നതായിരിക്കും. അവർ ഒരുമിച്ച് തിരിതെളിയിക്കുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈ കൊടുക്കാം. ഇനി മിന്നുവിന്റെ പപ്പയും മമ്മിയും ഒരുമിച്ച് തിരിതെളിയിക്കുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈ കൊടുത്ത് ഒത്തിരി ഇൻഗ്രീഡിയൻസ് കൃത്യമായി യോജിപ്പിച്ച് ബേക്ക് ചെയ്യുമ്പോഴാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് ഡെലിഷ്യസ് ആയിട്ട് ഒരു കേക്ക് ഉണ്ടാവുക. ഇതുപോലുള്ള ഒത്തിരി സന്തോഷങ്ങളും ഒത്തിരി സ്നേഹങ്ങളും ഇച്ചിരി സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു പെർഫെക്റ്റ് ലൈഫ് ഇവരുടെ പാരന്റ്സിന്റെ ഇതുപോലെ ഒരു നല്ല ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് we are moving to cake cutting ceremony. You were the one that I found. சொல்ல வந்தா சொல்லிட்டே போ,
Why didn't you tell me enough? சொல்ல வந்த சொல்லிட்டே போ. I ponder in closure. Remember the world that is out there for me to find. Let me go passing by. Let me go, come back in time. Let me be who I am. All through this time. Let me go passing by. Let me go, come back in time. Walking in the dark, barefoot in the night. Walking down the way that I found. In the ulagam nan sutta vendum. Faces with smiles all